Hi my dear children, welcome to the next topic, disposal of amount due to retiring partner. വിരമിക്കുന്ന പങ്കാളിക്ക് കൊടുക്കാനുള്ള തുകയുടെ തീർപ്പാക്കൽ. നോക്കാം. The outgoing partner's account is settled as per the terms of partnership deed, that is in lump sum immediately or in various installments with or without interest as agreed or partly in cash immediately and partly in installment at the agreed intervals. അതായത് പുറത്തു പോകുന്ന പങ്കാളിയുടെ അക്കൗണ്ട് തീർപ്പാക്കുന്നത് പങ്കാളിത്ത ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. അതായത് ഉടനെ തന്നെ മൊത്തം തുക ഒറ്റത്തവണയോ അല്ലെങ്കിൽ പല തവണകളായി പലിശയോട് കൂടിയോ അല്ലാതെയോ അല്ലെങ്കിൽ ഭാഗികമായി പണമായോ ഭാഗികമായി തവണകളായോ നൽകാവുന്നതാണ്. In the absence of any agreement, Section 37 of the Indian Partnership Act 1932 is applicable, which states that the outgoing partner has an option to receive either interest at the rate 6% per annum till the date of payment or such share of profits which has been earned with his or her money. അതായത് പ്രത്യേകമായ ഉടമ്പടിയൊന്നുമില്ല എങ്കിൽ, എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ, പ്രത്യേകമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അഭാവത്തിൽ പണം നൽകുന്ന ദിവസം വരെ 6% വാർഷിക നിരക്കിൽ പലിശയോ അല്ലെങ്കിൽ അയാളുടെ പണം ഉപയോഗിച്ച് നേടിയ ലാഭത്തിൻ്റെ വിഹിതമോ ലഭിക്കുന്നതിന് പുറത്തു പോകുന്ന പങ്കാളിക്ക് 1932 ഇന്ത്യൻ പങ്കാളിത്ത പാർട്ണർഷിപ്പ് ആക്ട് 37 പ്രകാരം അർഹതയുണ്ട്. ഹെൻസ് the total amount due to the retiring partner, which is ascertained after all adjustments have been made, is to be paid immediately to the retiring partner. ആയതിനാൽ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതിനു ശേഷം കണക്കാക്കിയ ആകെ നൽകാനുള്ള തുക പെട്ടെന്ന് തന്നെ വിരമിക്കുന്ന പങ്കാളിക്ക് നൽകേണ്ടതാണ്. In case the firm is not in a position to make the payment immediately, the amount due is transferred to the retiring partner's loan account and as and when the amount is paid is debited to his account. ഇനി സ്ഥാപനത്തിന് തുക പെട്ടെന്ന് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുക്കുവാനുള്ള തുക ആ സ്ഥാപനത്തിന് പെട്ടെന്ന് നൽകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എങ്കിൽ നൽകുവാനുള്ള തുക വിരമിക്കുന്ന പങ്കാളിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതും തുക നൽകുന്ന സമയത്ത് അയാളുടെ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതുമാണ്. ഈ സാഹചര്യത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞത് കേട്ട് പേടിക്കൊന്നും വേണ്ട. അതായത് ചുരുക്കി ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഇപ്പം നമ്മൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെന്ത് തയ്യാറാക്കിയാൽ മതി? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി അല്ലേ? അങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയത് ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പ്രോബ്ലമാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഇതിനകത്ത് ആശിഷും സുരേഷും ലോകേഷും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സുരേഷാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ സുരേഷ് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ ഇത്രയുമാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിടക്കുന്നത്. അതായത് 5,44,000 രൂപയാണ്. ആ തുകയിൽ നിന്ന് റീവാലുവേഷൻ നടത്തിയപ്പോൾ അവിടെ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ലോസ് ആയിട്ടുള്ള 6,000 അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് സുരേഷിന് കൊടുത്തു വിടാനുള്ളതാണ്.
അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നു ഇപ്പം ഫേമിൻ്റെ കയ്യിൽ അത്രയും തുക, അതായത് ഇത്രയും തുക 6000 കുറച്ചിട്ടുള്ള അത്രയും തുക കൊടുത്തു വിടാൻ ഫേമിന് ഇപ്പോൾ അവസ്ഥയില്ല. അപ്പോൾ സുരേഷിന് തൽക്കാലം 40,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. സുരേഷ് വാസ് പെയ്ഡ് ₹40,000 ഇമ്മീഡിയറ്റ്ലി ഓൺ റിട്ടയർമെൻറ്റ് ആൻഡ് ദി ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയുന്നു, ഇപ്പോൾ തൽക്കാലം 40,000 രൂപ കൊടുത്തിട്ട് ബാക്കി അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. അപ്പം നോക്കിക്കേ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ കൊടുത്ത എമൗണ്ട്, ഇപ്പം ഇത്രയും തുകയാണ് കൊടുക്കാനുള്ളത്, ഇതിൽ നിന്ന് 6000 കുറച്ചിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ടതാണ്. അപ്പം അതിൽ 40,000 നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്നു. ബാക്കി തുക എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു? കണ്ടോ, സുരേഷ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി നമ്മൾ ബാലൻസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ കൊടുക്കാനുള്ള തുക അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കണ്ടോ, ബാക്കി റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബാലൻസ് CD ആശിഷിൻ്റെയും ലോകേഷ്. നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ഞാനിത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്ന് മാത്രം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് റിട്ടയർ ചെയ്യുന്ന പോകുന്ന ആളുടെ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി അത് കൊടുക്കുമ്പോഴുള്ള എൻട്രി എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വെൻ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് പെയ്ഡ് ക്യാഷ് ഇൻ ഫുൾ എന്ന് വെച്ചാൽ എന്താണ്, അതായത് റിട്ടയർ ചെയ്യുന്ന പങ്കാളിക്ക് മുഴുവൻ തുകയും പണമായി നൽകുകയാണ് എങ്കിൽ, അതായത് കൊടുക്കാനുള്ള തുക മുഴുവനും ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ കൊടുക്കേണ്ടുന്ന എൻട്രിയാണ് നോക്കിക്കേ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് പോവുകയല്ല, അപ്പം ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം അയാൾക്ക് കൊടുക്കാനുള്ള അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അത്രയും കുറയുകയാണ് അല്ലേ, അയാൾക്ക് കൊടുക്കാൻ പോകും. അപ്പോൾ ക്രെഡിറ്റിൽ ഇത്രയും അയാളുടെ അക്കൗണ്ടിൽ ചെല്ലാനുള്ളതുണ്ടായിരുന്നു. അപ്പം നമ്മളത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്നു, നമ്മുടെ ഫേമിൽ നിന്ന് അത്രയും തുക പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ടു ക്യാഷ് അല്ലേ. മനസ്സിലായില്ലേ? അപ്പം ഫുൾ എമൗണ്ടും ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലുള്ള എൻട്രിയാണ് എന്താണ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാം. ഫുൾ എമൗണ്ടും കൊടുക്കുകയാണെങ്കിലാണ്. ഇനി നോക്കിക്കേ, ഇനി അടുത്ത ചെറിയ വ്യത്യാസം. വെൻ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഓൾ എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ലോൺ. അടുത്തതിനകത്ത് പറയുന്നു, റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും ലോണായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അതായത് വായ്പയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പുറത്തെ കാണിച്ച പ്രോബ്ലത്തിൽ ആദ്യം 40,000 രൂപ കൊടുത്തു, ബാക്കി ലോണായിട്ടെന്നാണ്. ഇതിനകത്ത് ഫുൾ എമൗണ്ടും കൊടുക്കാനുള്ള തുക മുഴുവനും ലോണായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന എൻട്രി നോക്കിക്കേ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ എന്താ കൊടുക്കാനുള്ള ക്യാഷ് നമ്മളൊരു ലോണായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അതായത് ബിസിനസ്സിലേക്ക് ലോൺ എടുത്തതുപോലെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത്രയും തുക കൊടുക്കാനുള്ളതല്ലേ, ബിസിനസ് ഫേമിൻ്റെ കയ്യിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഇനിയിപ്പോൾ അയാൾക്ക് ബന്ധമൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള തുക നമ്മൾ ബിസിനസ്സിലേക്ക് ഒരു ലോൺ എടുത്തതുപോലെ ട്രീറ്റ് ചെയ്ത് നമ്മൾ എൻട്രി കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വരണം, എന്നിട്ട് അതിൽ എന്നാ കാണിക്കുന്നത്, ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അപ്പോൾ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ ആ മുഴുവൻ തുകയും എന്ത് ചെയ്യുന്നു, മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി വെൻ റിട്ടയറിംഗ് പാർട്ട്നർ ഈസ് പാർട്ട്ലി പെയ്ഡ് ഇൻ ക്യാഷ് ആൻഡ് ദ റിമൈനിങ് എമൗണ്ട് ട്രീറ്റഡ് ആസ് ലോൺ. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഭാഗികമായി പണം നൽകുകയും ബാക്കി തുക വായ്പയായി മാറ്റുകയും ചെയ്യുമ്പോൾ, അതായത് കുറച്ച് ക്യാഷ് കൊടുത്തു, ബാക്കി എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ലോണായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പുറത്തെ പ്രോബ്ലത്തിൽ ഞാൻ വായിച്ചില്ലായിരുന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ എത്രയാണ്, സുരേഷിന് കൊടുക്കാനുള്ള എമൗണ്ടിൽ 40,000 ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നു, അതായത് 40,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് ദ ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ. ബാക്കി എമൗണ്ട് എന്ത് ചെയ്തേക്കാൻ പറയുന്നു, ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടുന്ന എൻട്രി എന്ന് പറയുന്നത്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, അതായത് മൊത്തം കൊടുക്കാനുള്ള എമൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ രേഖപ്പെടുത്താനായിട്ട്. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ടു ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് കേട്ടോ. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്നറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കണം,
ക്യാഷ് ആയിട്ട് നൽകിയത് മാത്രം ഇവിടെ ക്രെഡിറ്റിൽ എഴുതണം. ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിൽ ലോണായിട്ട് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എഴുതണം. ഇങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രി. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് വെൻ ലോൺ അക്കൗണ്ട് ഈസ് സെറ്റിൽഡ് ബൈ പേയിങ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ്സ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ ലോൺ അക്കൗണ്ട് മുതലും പലിശയും ഉൾപ്പെടെ തവണകളായി നൽകി ഒത്തുതീർപ്പാക്കുമ്പോൾ എന്ത് എൻട്രിയാണ്? ഈ ലോൺ അക്കൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് മുതലും പലിശയും ഉൾപ്പെടെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച് അത് ഒത്തുതീർപ്പാക്കുമ്പോഴുള്ള എൻട്രിയാണ് ഇനി പറയുന്നത്. അതിൽ എ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതായത് നമ്മൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ മുഴുവൻ തുക ഇപ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ ബാക്കി ലോൺ എടുത്ത പോലെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ലോണിന് എന്തിന് അർഹതയുണ്ട്? ഇൻട്രസ്റ്റിന് അർഹതയുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് വരും. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടയ്ക്കുമ്പോൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. ഇതാണ് ഈ സമയത്ത് രേഖപ്പെടുത്തേണ്ടുന്ന എൻട്രി എന്ന് പറയുന്നത്. ഇനി നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകും. The balance of the retiring partner's loan account is shown on the liability side of the balance sheet till the last installment is paid to him. ഇനി ഈ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലുള്ള എമൗണ്ട് അതായത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കേണ്ടത്? ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. കണ്ടോ? അപ്പോൾ ഇവിടെ സുരേഷിൻ്റെ ലോൺ അക്കൗണ്ടിൽ 4,98,000 4,98,000 റുപ്പീസ് നമ്മൾ കൊടുക്കാനുണ്ട്. ഫേമിൽ നിന്ന് കൊടുക്കാനുള്ള തുകയാണ്. അപ്പോൾ അത് നമ്മൾ എവിടെയായിരിക്കും കാണേണ്ടത്? ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിൽ? ലയബിലിറ്റി സൈഡിൽ. കണ്ടോ? സുരേഷിന് കൊടുക്കാനുള്ള ലോൺ 4,98,000 എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ അതിൻ്റെ ശരി. ഇനി ഈ ഒരു ഇല്ലസ്ട്രേഷനും കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് സെപ്പറേറ്റ് ചോദിക്കും. അപ്പം നമുക്ക് മാർക്ക് കളയരുത്. നമുക്കൊന്ന് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഇല്ലസ്ട്രേഷൻ 11. Amarinder, Mahinder and Joginder are partners in a firm. Mahinder retires from the firm. On his date of retirement, rupees 60,000 becomes due to him. ഇപ്പം 3 പാർട്ട്നേഴ്സ് എ എം ജെ എന്ന് ഞാനങ്ങ് പറയുകയാണ്. അതിനകത്ത് എം ആണ് റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്യുന്ന ഡേറ്റിൽ 60,000 60,000 രൂപയാണ് ആർക്ക് കൊടുക്കാനുള്ളത്? മഹീന്ദറിന് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കും. A and J promised to pay him in the installments every year at the end of the year to which he agreed. അപ്പോൾ ഈ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സായ എയും ജെയും എന്ത് പറയുന്നു? ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാ വർഷവും ടു പേ ഹിം ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എവരി ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ടു വിച്ച് ഹി എഗ്രീഡ്. അപ്പോൾ ഈ തുക ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചുകൊള്ളാമെന്ന് പറയുന്നു. പ്രിപ്പയർ മഹീന്ദേഴ്സ് ലോൺ അക്കൗണ്ട് ഇൻ ദ ഫോളോയിങ് കേസസ്. നമ്മോട് പറഞ്ഞേക്കുന്നത് എമ്മിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അത് 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യണം. ഒന്ന്, when payment is made for yearly installment plus interest at the rate 12% per annum on the unpaid balance. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നു കൊടുക്കുവാനുള്ള തുക 4 തുല്യ വാർഷിക തവണകളായും ഒപ്പം കൊടുക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക് 12% 12% പലിശയും ചേർത്താണ് കൊടുക്കുന്നതെങ്കിൽ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാൻ. അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്നത് 4 ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മൊത്തം 60,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അതിനെ 4 ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും അതിനോട് ചേർത്ത് കൊടുക്കുവാനുള്ള തുകയുടെ ബാക്കി അൺപെയ്ഡ് ബാലൻസിൻ്റെ 12% പലിശയും കൂടെ ചേർത്താണ് കൊടുക്കാനായിട്ട് ഓരോ വർഷവും. നമുക്ക് ആദ്യം ആ കേസ് അങ്ങ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തത് പറയാം. ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പം 60,000 രൂപയാണ് ഇവിടെ മഹീന്ദറിന് കൊടുക്കാനുള്ളത്. അപ്പോൾ കൊടുക്കാനുള്ള തുക 4 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 60,000-നെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ ഒരു കൊല്ലം എത്ര രൂപ വെച്ച് കൊടുക്കണം? 15,000 രൂപ വെച്ചല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ആ 15,000 രൂപയും
പ്ലസ് ഇൻട്രസ്റ്റ് 12% പലിശയും അൺപെയ്ഡ് ബാലൻസിൻ്റെ, അതായത് ഇനി കൊടുക്കാനുള്ള തുകയുടെ ബാലൻസ് തുകയ്ക്ക് 12% പലിശ നിരക്കിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 വർഷം കൊണ്ടായിരിക്കും ഈ 60,000 രൂപ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് തയ്യാറാക്കണം? മഹീന്ദ്രൻ്റെ ലോൺ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണം? ബുക്സ് ഓഫ്, ഇനിയുള്ള ഫേമിലുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ബുക്സ് ഓഫ് മഹീന്ദർ ആൻഡ് ജോഗീന്ദ്രാണ്. ബുക്സ് ഓഫ് എ ആൻഡ് ജെ മഹീന്ദേഴ്സ് ലോൺ അക്കൗണ്ട് അല്ലേ? മഹീന്ദ്രയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാം. നോക്കാം. ലോൺ അക്കൗണ്ട് സാധാരണ ലെഡ്ജർ അക്കൗണ്ട് പോലെ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡേറ്റ് വേണം കേട്ടോ, ഡേറ്റ് കോളം വേണം. നമുക്ക് 4 വർഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇയർ ഇവിടെ ഉൾപ്പെടെ കാണിക്കണം. ജേണൽ ഫോളിയോ, എമൗണ്ട്, അതൊക്കെ അറിയാമല്ലോ. ഇപ്പം നോക്കിക്കേ, ആദ്യം നമുക്കിവിടെ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്? 60,000 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ആ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കുകയാണ്. അപ്പം എങ്ങനെയാണ്? 60,000 രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ള. അപ്പോൾ റിട്ടയറിംഗ് ലോൺ അക്കൗണ്ടിൽ അയാൾക്ക് കൊടുക്കാനുള്ള തുക 60,000 അല്ലേ? ഇനി അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു, ഇത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വർഷം എത്ര വെച്ച് കൊടുക്കണം? 15,000 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 60,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 60,000 രൂപയുടെ ആ വർഷം അവസാനമല്ലേ നമ്മൾ കൊടുക്കുന്നത്? ഒരു ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുന്ന ആ വർഷം അവസാനമാണ്, ഇയർ 1. അപ്പോൾ അതുവരെയുള്ള ഇൻട്രസ്റ്റ് 60,000 രൂപയുടെ 12% ഇൻട്രസ്റ്റ്. അപ്പോൾ എത്രയാണ്? 7,200 എന്ന് വരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 15,000 പ്ലസ് എത്രയാണ്? ഈ 7,200 അല്ലേ? ഈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 7,200 നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ്, ലോൺ എമൗണ്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ലോൺ എമൗണ്ടും അടയ്ക്കുന്ന എൻട്രിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നല്ലേ വരുന്നത് ഉണ്ടോ? അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന്. അപ്പം റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്? 7,200 വരുന്നത് അല്ലേ? ഇനി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോഴോ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇവിടെ അടയ്ക്കുമ്പോൾ പ്ലസ് ഇൻട്രസ്റ്റോടെ ചേർത്താണ് അടയ്ക്കുന്നത്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ? ഏതൊക്കെ ചേരണം? 15,000 ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഏതുകൂടെ? ഈ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് എത്ര അടയ്ക്കണം? 22,200 അടയ്ക്കണം. ഇനി ടോട്ടൽ ചെയ്യുക. ആദ്യത്തെ വർഷത്തെ സെറ്റിൽ ചെയ്തു, ടോട്ടൽ ചെയ്യുക 67,200. 2 സൈഡും ടോട്ടൽ ചെയ്തു. ഇനി എത്ര അടയ്ക്കാനുണ്ടെന്നുള്ളതാണ് ഇതേ ബാലൻസ് വരുന്നത്. ഇനി നമ്മൾ എത്രയും കൂടെ അടയ്ക്കാനുണ്ട്? 45,000 രൂപയാണ് കൊടുക്കാനുള്ള. 60,000 രൂപയിൽ ആ വർഷം അവസാനം 22,200 രൂപ അടച്ചു. ഇനി 45,000 രൂപ അടയ്ക്കാനുണ്ടെന്നാണ് അർത്ഥം. ഇനി വീണ്ടും അടുത്ത വർഷം അവസാനം അടുത്ത വർഷത്തിൻ്റെ അവസാനത്തേക്ക് ആ ബാലൻസിന് ഇങ്ങോട്ടേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അടുത്ത വർഷം ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇനി കൊടുക്കാനുള്ള 45,000 അല്ലേ? അപ്പോൾ ആ 45,000-ൻ്റെ 12% എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 5,400 വരും. 5,400. അപ്പോൾ ഈ രണ്ടാമത്തെ വർഷവും അടുത്ത വർഷത്തെ സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് 4ആയിട്ട് വിഭജിച്ചുള്ളതിൽ 15,000 കൊടുക്കണമല്ലോ. അപ്പോൾ 15,000 പ്ലസ് ഈ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 20,400 രൂപയാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ടോട്ടൽ ചെയ്തു. ഇനി എത്ര കൊടുക്കാനുള്ളത്? ഇനി കൊടുക്കാനുള്ളത് 30,000 രൂപയാണ് ബാലൻസ്. വീണ്ടും അടുത്ത വർഷത്തേക്ക് ആ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷത്തിൽ ഈ 30,000 രൂപയാണ് ഇനി കൊടുക്കാനുള്ളത്. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 30,000 ഇൻറ്റു 12/100 എത്രയാണ് വരുന്നത്? 3,600. ഇനി ടോട്ടൽ ചെയ്യുക അപ്പോൾ ഇവിടെ വീണ്ടും മൂന്നാമത്തെ ഇയറിലും 15,000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയ 15,000 പ്ലസ് ഈ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നു 18,600 ടോട്ടൽ ചെയ്യുന്നു. ഇനി ബാലൻസ് കൊടുക്കാനുള്ളത് 15,000 രൂപയാണ്. ആ 15,000 വീണ്ടും അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എത്രയിന് മാത്രമാണ്? ഈ 15,000 രൂപയ്ക്കാണ്. അപ്പോൾ 15,000 ഇൻറ്റു 12/100 1,800.
അപ്പോൾ എത്രയാണ് 16,800 കിട്ടും ഇവിടെ. അപ്പോൾ ലാസ്റ്റ് ഇയറിലും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിട്ടുള്ള 15,000 പ്ലസ് ഈ ഇൻട്രസ്റ്റ് ആയ 1,800 കൂടെ ചേർത്ത് കൊടുക്കുന്നു. ദാ ഇവിടെ ഇനി ബാലൻസ് ഒന്നുമില്ല. ലോൺ അക്കൗണ്ട് എന്താവുന്നു? ക്ലോസ് ആവുന്നു. ഫുൾ എമൗണ്ട് 60,000 രൂപയും 4 വർഷം കൊണ്ട് നമ്മളിവിടെ കൊടുത്തു തീർക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തു തീർക്കുന്നത് എങ്ങനെയാണ്? 4 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റോടെ ചേർത്താണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് കേസ് 1. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി ഒരു കേസും കൂടി അതിനകത്തുള്ളൂ, അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. നോക്കിക്കേ, വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 3 yearly installment of rupees 20,000 including interest at the rate of 12% per annum on the outstanding balance during the first 3 years and the balance including interest in the 4th years. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊടുക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക്, ഇനി കൊടുക്കാൻ ഉള്ള ബാക്കിയുള്ള തുകയ്ക്ക് 12% പലിശ ഉൾപ്പെടെ ആദ്യത്തെ 3 വർഷം 3 വാർഷിക തവണകളായി 20,000 രൂപ വീതവും ബാക്കി വരുന്ന തുകയും പലിശയും 4ാമത്തെ വർഷവും നൽകണം. അപ്പം ആദ്യത്തെ 3 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് അത് തുക ഇവരിങ്ങ് പറഞ്ഞേക്കുക എത്രയാണ്? 20,000 രൂപ വെച്ച് കൊടുക്കണം. അതിനകത്ത് ഈ 12% ഇൻട്രസ്റ്റും കൂടെ ഉൾപ്പെടെയാണ്. അപ്പോൾ 3 വർഷത്തേക്കിന് ഒന്നും നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യണം? ഈ 20,000 രൂപ വെച്ച് അടയ്ക്കണം. അത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. ഇനി ബാക്കിയുള്ള തുകയ്ക്ക്, അതായത് പിന്നെ ബാക്കി വരുന്ന തുകയും പലിശയും എന്ത് ചെയ്യണം? 4ാമത്തെ വർഷം കൊടുക്കേണ്ടതാണ്. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. നോക്കിക്കേ, വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 3 yearly installment of rupees 20,000 each including interest 12%. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യമേ ഇതുപോലെ തന്നെ എഴുതുക. ലോൺ അക്കൗണ്ട് വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 60,000 ആണ് കൊടുക്കാനുള്ളത്. ആദ്യം നമുക്ക് 60,000-ൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 60,000, അപ്പോൾ ഈ 20,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡഡ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ 20,000 രൂപയാണ് ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എമൗണ്ട് ബാങ്ക് എന്ന് പറഞ്ഞ് 20,000 കാണിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് എത്ര ഇൻട്രസ്റ്റ് കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ 60,000-ൻ്റെ 12/100 എത്രയാണ്? 7,200. അങ്ങനെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ, എഴുതാൻ മറന്നു പോയതാണ്. ഇൻറ്റു 12/100 7,200 ടോട്ടൽ ചെയ്യുന്നു. ഇനി ബാക്കി കൊടുക്കാനുള്ളത് 47,200. അടുത്ത വർഷവും നമ്മൾ 20 തന്നെയാണ് അടയ്ക്കുന്നത് കേട്ടോ. അത് ഇൻക്ലൂഡഡ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇനി വേറെ ഒന്നും പ്ലസ് ഇട്ട് ഇൻട്രസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പോകരുത്. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 3 yearly installment rupees 20,000 ഈച്ച് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണിത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളിവിടെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെന്ന് മാത്രം. ഇവിടെ എഴുതുമ്പോൾ 20,000 എഴുതാവൂ. നോക്കുക, അപ്പോൾ 40. ഇനി അടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള എമൗണ്ടിനല്ലേ. അപ്പോൾ ഇവിടെ 47,200 ആണ്. അതിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നു. 47,200-ൻ്റെ 12 × 12/100 എത്രയാണ്? 5,664 വരും. ആ വർഷവും ടോട്ടൽ ചെയ്യുന്നു. അതിൻ്റെ ബാലൻസിന് കൊടുക്കാനുള്ള 32,864 ആണ്. അതിനെ അടുത്ത വർഷത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇനി ആ വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏത്? 32,864 × 12/100. അപ്പം 3,943.68 വരും. അതിനെ റൗണ്ട് ചെയ്ത് 3,944 റൗണ്ട് ചെയ്ത് അങ്ങ് എഴുതിയേക്കുന്നു കേട്ടോ. ഇനി 3ാമത്തെ വർഷവും നമുക്ക് 20,000 മാത്രമേ കൊടുക്കാവുള്ളൂ. അതുകൊണ്ട് 20,000 എന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ 20,000 ഇവിടെ എഴുതിയേക്കുന്നു. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇനി കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്? 16,808 രൂപയാണ് ഇനി എമ്മിന് കൊടുക്കാനുള്ളത്. ആ ബാലൻസ് ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടം വരെയാണ് നമ്മളോട് 20,000 രൂപ വെച്ച് 3 yearly ഇൻസ്റ്റാൾമെൻറ്റ്. ബാക്കി എന്താ ചെയ്തേക്കാൻ പറഞ്ഞേക്കുന്നത്? ബാക്കി വരുന്ന തുകയും പലിശയും 4ാമത്തെ ഇയറിൽ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ.
അപ്പോൾ ഇനി അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി വരുന്ന മുഴുവനും 4ാമത്തെ ഇയറിൽ കൊടുക്കുവാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. 16,808 12% ഇൻറ്റു 12/100. അപ്പം 2016.9 എന്ന് വരും. റൗണ്ട് ചെയ്ത് 2017 എന്ന് കൊടുക്കുന്നു. അപ്പം എത്ര വരും? 18,825 രൂപ. അപ്പോൾ 18,825 രൂപയും കൊടുത്തുകൊണ്ട് ഇവിടെ ലോൺ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മഹീന്ദറിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ ഒരു 2 കേസ് മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഇത് വരുള്ളൂ. ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.